സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഫിസിക്സിൻ്റെ 4th ചാപ്റ്ററാണ് പഠിക്കുന്നത്. 9th ക്ലാസ്സിലെ ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ ഗുരുത്വാകർഷണം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇതിനെക്കുറിച്ച് കുറേയൊക്കെ നമ്മൾ പഴയ ക്ലാസ്സുകളിൽ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഗ്രാവിറ്റേഷൻ എന്താണെന്നും എങ്ങനെയാണെന്നും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കും. ഫസ്റ്റ് നമ്മുടെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഒരു കുട്ടിയുടെ സംശയമാണ് കൊടുത്തിരിക്കുന്നത്. എന്താ? ഈസ് ഇൻ ദ എർത്ത് സ്പെറിക്കൽ ഇൻ ഷേപ്പ്? നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഗോളാകൃതിയിലാണല്ലോ. എ മാൻ ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് മൈ ഹെമിസ്ഫിയർ വോണ്ട് ഹി ബി സ്റ്റാൻഡിങ് അപ്സൈഡ് ഡൗൺ ദെൻ? ഹൗ ക്യാൻ ഹി സ്റ്റാൻഡ് ദെയർ വിത്തൗട്ട് ഫോളിങ്? വാട്ട് അബൌട്ട് റെയിൻ ഡ്രോപ്സ്? ഇൻ വിച്ച് ഡയറക്ഷൻ വിൽ ദേ ഫോൾ ദെയർ? എന്താ? നമ്മുടെ ഹെമിസ്ഫിയറിൽ അല്ലെങ്കിൽ അർദ്ധഗോളത്തിൽ നിൽക്കുന്ന ഒരാൾ തലകീഴായിട്ട് നിൽക്കുന്നതായിട്ടല്ലേ നമുക്ക് തോന്നുന്നത്. എന്നാൽ അയാൾ വീണു പോകാതെ ഭൂമിയിൽ നിൽക്കുന്നുണ്ട് അല്ലേ? ആ ചിത്രത്തിൽ നോക്കിയാൽ നമുക്കറിയാം തലകീഴായിട്ടാണ് നിൽക്കുന്നതെങ്കിലും പക്ഷെ അയാൾ താഴേക്ക് വീഴുന്നുണ്ടോ? ഇല്ല. അങ്ങനെ താഴേക്ക് വീഴാതെ നിൽക്കാൻ എന്താണ് കാരണം? ഇനി ഒരു മഴത്തുള്ളി പതിക്കുന്നത് അതെങ്ങോട്ടാണ് പതിക്കുന്നത്? ഭൂമിയിലേക്കാണ് പതിക്കുന്നത് അല്ലേ? ഒരിക്കലും ഒരു സാധനം മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നത് ഭൂമിയിലല്ലാതെ വേറെ എങ്ങോട്ടേലും പോവോ? ഇല്ല. എന്ത് സാധനം വീണാലും അത് എന്ത് ചെയ്യും? താഴേക്ക് വീഴും. നമ്മൾ ഭൂമിയിലൂടെ നടന്നു പോകുന്നു, നമ്മൾ താഴേക്ക് താന്നു പോണില്ലല്ലോ. എന്താണ് ഇതിനൊക്കെ എന്താണ് കാരണമെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്കൊരു ചെറിയ പരീക്ഷണം ചെയ്ത് നോക്കാം. ഒരു ചെറിയ കല്ലെടുക്കുക, എന്നിട്ട് അത് എന്ത് ചെയ്യുക? ഉയർത്തി പിടിച്ച ശേഷം എന്ത് ചെയ്യണം? കൈവിട്ട് നോക്കണം. What will happen to the speed of the stone when it is thrown up? നമ്മൾ മുകളിലേക്ക് എറിഞ്ഞ കല്ല് ഉയർന്നു പോകുമ്പോൾ അതിൻ്റെ വേഗത്തിൽ എന്ത് മാറ്റമുണ്ടാകും? അതിൻ്റെ സ്പീഡിൽ എന്ത് മാറ്റമുണ്ടാകും? ഒരു കല്ല് അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ മുകളിലേക്ക് എറിയുമ്പോൾ അതിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വേഗതയ്ക്ക് എന്ത് സംഭവിക്കും? കുറയുന്നു. എന്നാൽ താഴേക്ക് പതിക്കുമ്പോഴോ? വാട്ട് അബൌട്ട് ഇറ്റ് സ്പീഡ് വെൻ ഇറ്റ് ഫോൾസ് ഡൗൺ? താഴേക്ക് പതിക്കുമ്പോഴോ അതിൻ്റെ സ്പീഡ് കൂടും. മുകളിലേക്ക് എറിയുമ്പോൾ വേഗത കുറയുന്ന സാധനം താഴേക്ക് വീഴുമ്പോൾ എന്ത് ചെയ്യുന്നു? വേഗത കൂടുന്നു. ഡിഡ് യു അപ്ലൈ എനി ഫോഴ്സ് ഓൺ ദി സ്റ്റോൺ ടു ബ്രിങ് ഇറ്റ് ഡൗൺ? കല്ല് താഴേക്ക് പതിക്കാൻ നമ്മൾ കല്ലിൽ ബലം പ്രയോഗിച്ചോ? മുകളിലേക്ക് നമ്മൾ എറിഞ്ഞു, ആ എറിഞ്ഞ കല്ല് തന്നെയല്ലേ താഴേക്ക് വരുന്നത്? നമ്മൾ അതിലൊരു ബലം പ്രയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. താഴേക്കൊരു കല്ല് പതിക്കുമ്പോൾ നമ്മൾ അതിൽ എന്താണ്? ബലമൊന്നും പ്രയോഗിച്ചില്ല. പക്ഷേ നമ്മൾ ബലം പ്രയോഗിക്കാണ്ട് തന്നെ കല്ല് താഴേക്ക് വീണില്ലേ? എന്തുകൊണ്ടാ? ലെറ്റ് us try to find the answers. നമുക്ക് ഇവയ്ക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. അതിനായിട്ട് എന്ത് ചെയ്യുക? ഒരു ആക്ടിവിറ്റി ചെയ്യാം. എന്താണ്? ടൈ എ സ്റ്റോൺ ടു എ ത്രെഡ് ആൻഡ് സസ്പെൻഡ് ഇറ്റ് ഫ്രം എ സ്പ്രിംഗ് ബാലൻസ്. ഒരു കല്ല് ചരടിൽ കെട്ടി സ്പ്രിംഗ് ബാലൻസിൻ്റെ കൊളുത്തിൽ തൂക്കിയിടണം. അപ്പം നമ്മൾ എന്ത് നിരീക്ഷിക്കുന്നു? വാട്ട് ഡു യു ഒബ്സർവ്? എന്താ സംഭവിക്കുന്നത്? ഒരു സ്പ്രിംഗ് ബാലൻസിൽ ഒരു കല്ല് ചരടിൽ കെട്ടിയിട്ടാൽ അവിടെ എന്ത് സംഭവിക്കും? വെൻ ദ സ്റ്റോൺ ഈസ് സസ്പെൻഡഡ് ദ സ്പ്രിംഗ് സ്ട്രെച്ചസ് ഡൗൺവേർഡ്. എന്താ? കല്ല് തൂക്കിയിട്ടപ്പോൾ സ്പ്രിംഗ് എന്ത് ചെയ്യും? താഴേക്ക് വലിയും. ഒരു സ്പ്രിംഗ് ബാലൻസിൽ കല്ല് ചരടിൽ കെട്ടി ഇട്ടുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? സ്പ്രിംഗ് താഴേക്ക് വലിയും. കല്ല് തൂക്കിയിട്ടപ്പോൾ സ്പ്രിംഗ് താഴോട്ട് വലിയാൻ കാരണം എന്ത്? The spring is stretched down when the stone was suspended from it. Why? എന്തുകൊണ്ടാണ് കല്ല് താഴേക്ക് വലിഞ്ഞത്? അതിനെന്താണെന്ന് വെച്ചാൽ ഇത് സ്പ്രിംഗ് stretches due to the attractive force of earth on the body. വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം മൂലമാണ് സ്പ്രിംഗ് ബാലൻസിലെ സ്പ്രിങ്ങിന് വലിവുണ്ടായത്. അതായത് ഭൂമി എന്ത് ചെയ്യുക? എല്ലാ വസ്തുക്കളെയും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? അട്രാക്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പം ഒരു കല്ല് കെട്ടിയിടുമ്പോൾ ഭൂമി അതിനെ താഴേക്ക് എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും, ആകർഷിക്കും. അതിൻ്റെ ഫലമായിട്ടാണ് കല്ല് എന്ത് ചെയ്യുന്നത്? താഴേക്ക് മാറുന്നത്, വലിയുന്നത്. അപ്പം ഭൂമിക്ക് ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി, ഒരാകർഷണ ബലമുണ്ട്. ഇനി ആ ബലത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂഗുരുത്വാകർഷണ ബലം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് എർത്ത് അട്രാക്ട്സ് ഓൾ ഒബ്ജക്ട്സ് ടുവേഴ്സ് ഇറ്റ്സ് സെൻറ്റർ
ദിസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. എന്താണ്? ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ദ എർത്ത് അട്രാക്ട്സ് ഓൾ ഒബ്ജക്റ്റ് ടുവേഴ്സ് ഇറ്റ്സ് സെൻറ്റർ. എർത്ത് സെൻറ്ററിലേക്ക് എല്ലാ ഒബ്ജക്റ്റുകളെയും എന്ത് ചെയ്യുന്നു? അട്രാക്റ്റ് ചെയ്യുന്നു. ഈ അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഈ ആകർഷണ ബലത്തെ നമ്മൾ എന്ത് പറയുന്നു? ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞാൽ? ദ എർത്ത് അട്രാക്ട്സ് ഓൾ ഒബ്ജക്റ്റ് ടുവേഴ്സ് ഇറ്റ്സ് സെൻറ്റർ. ദിസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഈ ആകർഷണ ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലം. ഇനി നമ്മുടെ നിത്യജീവിതത്തിൽ ഈ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്, ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഞെട്ടറ്റ മാമ്പഴം താഴോട്ട് പതിക്കുന്നു. എ മാംഗോ ഫോളിംഗ് ഡൗൺ ഫ്രം എ മാംഗോ ട്രീ. അത് എന്താണ്? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഭൂഗുരുത്വാകർഷണ ബലത്തിന് ഒരു എക്സാമ്പിളാണ്. അടുത്തതാണ് എന്ത്? കൃത്രിമ ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുന്നു. അതായത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് റിവോൾവിംഗ് അറൗണ്ട് ദി എർത്ത്. അത് എന്താണ്? ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനൊരു എക്സാമ്പിളാണ്. പിന്നെയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൻ വാട്ടർ ഫോൾസ് ഡൗൺ. എന്താണ്? മഴ താഴേക്ക് പതിക്കുന്നു. ഇതെല്ലാം ഭൂമിയിലേക്കല്ലേ പതിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ഭൂമിയിലേക്ക് ഒരു വസ്തു പതിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഭൂമി ആ വസ്തുവിനെ അട്രാക്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ഒരു വസ്തു എന്ത് ചെയ്യുന്നത്? ഭൂമിയിലേക്ക് പതിക്കുന്നത്. പിന്നെ ഭൂമിയിൽ നമുക്ക് നിൽക്കാൻ പറ്റുന്നത് അല്ലേ? ഭൂമി നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നത് കൊണ്ടല്ലേ നമ്മൾ ഭൂമിയിൽ നിൽക്കുന്നത്. എല്ലാ വസ്തുക്കളെയും ഭൂമി എന്ത് ചെയ്യുക? അതിൻ്റെ സെൻറ്ററിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വീണ്ടും ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. ടേക്ക് എ സ്റ്റോൺ ഓഫ് ലോ മാസ് ആൻഡ് അനദർ വൺ ഓഫ് സ്ലൈറ്റ്ലി ഹയർ മാസ്. സസ്പെൻഡ് ദം വൺ ബൈ വൺ ഫ്രം എ സ്പ്രിംഗ് ബാലൻസ്. എന്താ പറഞ്ഞേ? മാസ് കുറഞ്ഞ ഒരു കല്ലും മാസ് കൂടിയ ഒരു കല്ലും എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവ ഓരോന്നായി സ്പ്രിംഗ് ബാലൻസിൽ തൂക്കിയിട്ട് നോക്കുക. അപ്പം ഇൻ വിച്ച് കേസ് വാസ് ദ റീഡിങ് ഹയർ? ഏത് കല്ല് തൂക്കിയിട്ടപ്പോഴാണ് നമുക്ക് ഹയർ റീഡിങ് കാണിച്ചത്, റീഡിങ് കൂടുതൽ കാണിച്ചത്? ഏതായിരിക്കും? മാസ് കൂടിയ കല്ല് തൂക്കിയിട്ടപ്പോഴായിരിക്കും എന്ത്? റീഡിങ് കൂടുതൽ കാണിച്ചത്. വിച്ച് ഓഫ് ദ സ്റ്റോൺസ് എക്സ്പീരിയൻസ്ഡ് ഗ്രേറ്റർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് ദി എർത്ത്? ഏത് കല്ലിലാണ് ഭൂമിയുടെ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതൽ അനുഭവപ്പെട്ടത്, ആകർഷണ ബലം കൂടുതൽ അനുഭവപ്പെട്ടത്? അതും ഏതിലായിരിക്കും? മാസ് കൂടിയതിൽ ആയിരിക്കും. From the activities you have done, you would have understood that gravitational force depends on the mass of a body. Another factor which influences the force of gravity is the distance between the object. ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? രണ്ട് കാര്യങ്ങൾ മനസ്സിലാവും. എന്താണ്? നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് വസ്തുവിൻ്റെ മാസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു ഒബ്ജക്റ്റിൻ്റെ മാസുമായി റിലേറ്റഡ് ആണ് എന്ത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. മാസ് കൂടിയ വസ്തുക്കൾക്ക് എന്ത് സംഭവിക്കുന്നു? ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂടുതലായിരിക്കും. മാസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇൻക്രീസ് ചെയ്യും. ഇനി നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് എന്ത്? വസ്തുക്കൾ തമ്മിലുള്ള അകലം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? രണ്ട് ഫാക്ടേഴ്സ് പഠിച്ചു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ സ്വാധീനിക്കുന്ന. ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് മാസ്, പിന്നെ എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസും പിന്നെ എന്താണ്? മാസ്. ഇവ രണ്ടും എന്ത് ചെയ്യുന്നു? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ സ്വാധീനിക്കുന്നു. ഇനി ഈ രണ്ട് ഫാക്ടേഴ്സിനെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു നിയമം ആവിഷ്കരിച്ചു, ഒരു ലോ കണ്ടുപിടിച്ചു. അതാരാണ്? ഐസക് ന്യൂട്ടൺ ആണ് ആ ലോ കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ ആ ലോയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്.